ഹായ് കിഡീസ് മലയാളം വേൾഡ് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതൊക്കെ ക്യാപിറ്റൽ ലെറ്റർ പഠിച്ചു? നമുക്ക് നോക്കാം ഏതൊക്കെ പഠിച്ചു. എ, ബി, സി, ഡി, ഇ, എഫ്, ജി, എച്ച്, ഐ. ഇതുവരെ കൂട്ടുകാർ പഠിച്ചു. ഏതൊക്കെ? എ, ബി, സി, ഡി, ഇ, എഫ്, ജി, എച്ച്, ഐ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ക്യാപിറ്റൽ ലെറ്റർ ജെ. ഏതായിരുന്നു പഠിക്കുന്നേ? ജെ. ശ്രദ്ധിച്ചിരിക്കണം. ജെ എങ്ങനെയാ എഴുതുന്നേ നമുക്ക് നോക്കാം. എങ്ങനെ എഴുതും? ആദ്യം നമ്മള് സ്റ്റാൻഡിങ് ലൈൻ, എന്നിട്ട് എന്ത് ചെയ്യണം? ആ സ്റ്റാൻഡിങ് ലൈന് നമ്മളിങ്ങനെ വളച്ചെഴുതണം. ആ കൊടയുടെ താഴെ കാണത്തില്ല, ഇങ്ങനെ കുട്ടികളൊക്കെ എടുക്കുന്നേ, ഇങ്ങനൊരു പിടിക്കുന്നേ. അതുപോലെ നമ്മൾ ആ സ്റ്റാൻഡിങ് ലൈൻ ഒന്ന് വളച്ച് എഴുതുക. നോക്കിയാട്ടെ. എന്നിട്ട് എന്ത് ചെയ്യണം? അതിന്റെ മുകളിൽ സ്ലീപ്പിംഗ് ലൈൻ കൊടുക്കുക. ജെ. ഒന്നുകൂടി നോക്കിയേ. സ്റ്റാൻഡിങ് ലൈൻ എഴുതുക, അതിനെന്ത് ചെയ്യണം? ഒന്ന് വളച്ചെഴുതുക മുമ്പോട്ട്. എന്നിട്ട് അതിന്റെ മുകളിൽ സ്ലീപ്പിംഗ് ലൈൻ കൊടുക്കുക. ജെ. ഒന്നുകൂടി നോക്കിയേ. സ്റ്റാൻഡിംഗ് ലൈൻ, പിന്നീട് എന്ത് ചെയ്തു? അതിനെ ഒന്ന് വളച്ചെഴുതി, പിന്നീട് അതിന്റെ മുകളിൽ സ്ലീപ്പിംഗ് ലൈൻ. ജെ. ഒന്നുകൂടി നോക്കിയേ. സ്റ്റാൻഡിംഗ് ലൈനെ നമ്മൾ വളച്ചെഴുതി, അതിന്റെ മുകളിൽ സ്ലീപ്പിംഗ് ലൈൻ കൊടുത്തു. ഏതാ ലെറ്റർ? ജെ. ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കിയേ. സ്റ്റാൻഡിംഗ് ലൈൻ, അതിനെ ഒന്ന് വളച്ചെഴുതി, മുകളില് സ്ലീപ്പിംഗ് ലൈൻ. ലെറ്റർ ഏതാ? ജെ. മനസ്സിലായോ? ഒന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയാട്ടെ. ക്യാപിറ്റൽ ലെറ്റർ ജെ. ക്യാപിറ്റൽ ലെറ്റർ ജെ പറഞ്ഞുകൊണ്ട് എഴുതണം. സ്റ്റാൻഡിംഗ് ലൈൻ, അതിനെ ഒന്ന് വളച്ചെഴുതി, പിന്നീട് സ്ലീപ്പിംഗ് ലൈൻ കൊടുത്തു. നോക്കിയാട്ടെ, എളുപ്പമല്ലേ പഠിച്ചപ്പോഴേ? എന്താ വായിക്കുക? ജെ. എഴുതാൻ പറ്റുന്നുണ്ടോ? ഇന്നേതാ പഠിച്ചത്? ക്യാപിറ്റൽ ലെറ്റർ ജെ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.